മാത്തമാറ്റിക്സ് ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് LCM ആൻഡ് HCF ഓഫ് നമ്പേഴ്സ്. LCM ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ. നമ്മൾ മലയാളത്തില് ലഘുതമ സാധാരണ ഗുണിതം, ഉത്തമ സാധാരണ ഘടകം, LCM HCF പഠിച്ചിട്ടുണ്ട്. ലസാഗു ഉസാഗ, LCM എന്ന് പറഞ്ഞാല് ലസാഗു, HCF ഉസാഗ. LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നമ്പേഴ്സ് തന്നു. ആ രണ്ട് നമ്പേഴ്സിന്റെയും കോമൺ ആയിട്ട് വരുന്ന ഏറ്റവും ചെറിയ ഗുണിതമാണ്. ഫോർ എക്സാമ്പിൾ LCM ഓഫ് 2 and 3. 2ന്റെയും 3ന്റെയും LCM കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ 2ന്റെ മൾട്ടിപ്പിൾസ് പറയണം. 2, 4, 6, 8, 10 ഇതാണ് 2ന്റെ മൾട്ടിപ്പിൾസ്. 3ന്റെ മൾട്ടിപ്പിള് 3, 6, 9, 12, 15 etc. 2ന്റെ മൾട്ടിപ്പിളില് ഒരെണ്ണം കൂടി എഴുതാണ്, അപ് ടു 12 വരെ എഴുതണം. ഇനി LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഇവിടെയുള്ള കോമൺ മൾട്ടിപ്പിൾസ് നോക്കുക. 3ലും 2ലും ഉള്ള കോമൺ മൾട്ടിപ്പിൾ ഒന്ന് 6 വരുന്നുണ്ട്, ദെൻ 12 വരുന്നുണ്ട്. അതിൽ ഏറ്റവും ചെറുത്, ഇനി നമ്മൾ അങ്ങോട്ടേക്ക് എഴുതുകയാണെങ്കിൽ ഇനി ഒരുപാട് കോമൺ മൾട്ടിപ്പിൾസ് വരും. അതിലേറ്റവും ചെറുത്, അപ്പൊ അതിൽ ഏറ്റവും ചെറുത് വന്നിട്ടുള്ളത് 6 ആണ്. കോമൺ മൾട്ടിപ്പിൾസിൽ ഏറ്റവും ചെറുത് 6. അപ്പൊ LCM ഓഫ് 2 and 3 എന്ന് പറഞ്ഞാൽ 6 ആണ്. HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഇപ്പൊ 2ന്റെയും 3ന്റെയും തന്നെയാണ് നമ്മൾ HCF കണ്ടുപിടിക്കുന്നതെങ്കിൽ HCF ഓഫ് 2 and 3, 2ന്റെയും 3ന്റെയും ഫാക്ടേഴ്സ് ആണ് എഴുതേണ്ടത് ആദ്യം. ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണോ 2 കിട്ടുന്നത് അല്ലെങ്കിൽ 3 കിട്ടുന്നത്, അതാണ് 2ന്റെയും 3ന്റെയും ഫാക്ടേഴ്സ്. അപ്പൊ 2ന്റെ ഫാക്ടേഴ്സ് എഴുതുമ്പോൾ 1 and 2 മാത്രമേ വരുള്ളൂ. 1 into 2 2 ചെയ്താൽ മാത്രമേ നമുക്ക് 2 ആൻസർ കിട്ടുള്ളൂ. അതേപോലെ 3, 1 and 3 ആണ് 3യുടെ ഫാക്ടേഴ്സ്. ആ കോമൺ ആയിട്ട് ഇപ്പൊ ഇതിൽ നമ്മൾ രണ്ട് ഫാക്ടേഴ്സ് എഴുതിയപ്പോ കോമൺ ആയിട്ട് വരുന്നത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതിൽ ഏറ്റവും വലുതെന്ന് ചോദിച്ചാൽ 1 തന്നെയാ. കോമൺ ആയിട്ട് ഒരെണ്ണല്ലേ വരുന്നുള്ളൂ. അപ്പൊ HCF ഓഫ് 2 and 3 എന്ന് പറയുന്നത് 1. ഇങ്ങനെയാണ് നമ്മൾ നോർമലി LCMഉം HCFഉം പറയുന്നത്. ഇനി വലിയ നമ്പേഴ്സ് തന്നിട്ട് അതിന്റെ LCM HCFഉം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ മൾട്ടിപ്പിൾസ് എഴുതിയിട്ടും അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എഴുതിയിട്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് രണ്ട് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡും ഒന്ന് ഡിവിഷൻ മെത്തേഡും. നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. രണ്ട് മെത്തേഡാണ് നമുക്കുള്ളത്. ഫസ്റ്റ് വൺ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്, സെക്കൻഡ് വൺ ഡിവിഷൻ മെത്തേഡ്. ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് 12ന്റെയും 36ന്റെയും LCM കണ്ടുപിടിക്കുകയാണ്. LCM ഓഫ് 12 and 36 യൂസിങ് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഇപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടത് 12നെ പ്രൈം ഫാക്ടറൈസ് ചെയ്തു. പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1ഉം സെയിം നമ്പറും മാത്രം ഫാക്ടർ ആയിട്ട് വരുന്ന നമ്പേഴ്സ്. 2, 3, 5, 7, 11 തുടങ്ങിയ നമ്പേഴ്സ് ആണ് പ്രൈം നമ്പേഴ്സ്. അപ്പൊ 2 എടുക്കുകയാണെങ്കിൽ 2ന് 1ഉം 2ഉം മാത്രമേ ഫാക്ടർ ആയിട്ടുള്ളൂ. 3 ആണെങ്കിൽ 1ഉം 3ഉം മാത്രം. അപ്പൊ നമ്മളിവിടെ ഫസ്റ്റ് 12നെ ഫസ്റ്റ് പ്രൈം നമ്പർ ആയിട്ടുള്ള 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ 6 വന്നു. അഗെയിൻ 6ന് നമുക്ക് നെക്സ്റ്റ് 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. 3 കിട്ടി. 3നെ 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ 1 വരും. അപ്പൊ 12ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ കഴിഞ്ഞു. 12 is equal to 2 into 2 into 3 into 1. ഈ 1 എഴുതണമെന്ന് ആവശ്യമില്ല, കാരണം പ്രൈം നമ്പറിൽ 1 വരുന്നില്ല. ഇത്രയും 3 വരെ എഴുതിയാൽ മതി. അപ്പൊ ഇവിടെ 12 is equal to 2 into 2 into 3.
ഇനി അടുത്ത നമ്പർ 36 ആണ്. 36നെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 36നെ ഫസ്റ്റ് പ്രൈം നമ്പർ ആയിട്ടുള്ള 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 18 കിട്ടുന്നു. 18നെ 2 കൊണ്ട് തന്നെ വീണ്ടും ഡിവൈഡ് ചെയ്യാം. 9. 9നെ പിന്നെ 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് 3 കിട്ടി. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണു 1. അപ്പൊ 36ന്റെ ഫാക്ടേഴ്സ് 2 into 2 into 3 into 3. നമ്മൾ LCM ആണ് കണ്ടുപിടിക്കണം. 12ന്റെയും 36ന്റെയും LCM. അപ്പൊ ഇവിടെ കോമൺ ആയിട്ട് 12ലും 36ലും വരുന്ന നമ്പേഴ്സ് മാർക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ 2 വരുന്നുണ്ട്, ഇവിടെയും ഒരു 2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, പിന്നെ ഒരു 3 ബാലൻസ് വരുന്നുണ്ട്. അപ്പൊ ഈ കോമൺ ആയിട്ട് വരുന്ന എല്ലാ എലമെന്റിൽ നിന്നും ഒരെണ്ണത്തിന് എടുക്കുക. ഈ 2ൽ നിന്ന് ഒരു 2നെ സെലക്ട് ചെയ്തു, ഈ 2ൽ നിന്ന് ഒരു 2നെ സെലക്ട് ചെയ്തു, ഈ 3ൽ നിന്ന് ഒരു 3നെ സെലക്ട് ചെയ്തു. പിന്നെ ബാലൻസ് വരുന്ന നമ്പേഴ്സിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അതിന് അതുപോലെ തന്നെ എഴുതാം, into 3. അപ്പൊ ടോട്ടൽ 2 into 2 4, 4 into 3 12, 12 into 3 36. അപ്പൊ 12ന്റെയും 36ന്റെയും LCM എന്ന് പറയുന്നത് 36 തന്നെയാണ്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. കറക്റ്റ് തന്നെയല്ലേ? 36നെ 36 into 1 ചെയ്താൽ മതി. 12 into 3 ചെയ്താലും നമുക്ക് 36 കിട്ടും. അപ്പൊ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള കോമൺ മൾട്ടിപ്പിൾ വരുന്നത് 36 ആണ്. ഇതാണ് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഈ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെ HCFും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ HCF എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. HCF ഓഫ് 12 and 36. 12ന്റെയും 36ന്റെയും HCF ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോഴും ഇതേ സ്റ്റെപ്പ് തന്നെയാണ്. LCM കണ്ടുപിടിക്കുന്ന അതേ സ്റ്റെപ്പ് പോലെ തന്നെ നമ്മൾ കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സിനെ മാർക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ 2 വരുന്നുണ്ട് കോമൺ ആയിട്ട്, നെക്സ്റ്റ് 2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്. അതിൽ നിന്നെല്ലാം ഒരെണ്ണത്തിനെ സെലക്ട് ചെയ്യുക. അപ്പൊ ഈ 2ന്റെ കോമ്പിനേഷനിൽ ഒരു 2നെ എടുത്തു, ഇവിടെ നിന്ന് ഒരു 2നെ എടുത്തു, ഇവിടെ നിന്ന് ഒരു 3നെ എടുത്തു. മൾട്ടിപ്ലൈ ചെയ്യുക. അവിടെ ബാലൻസ് നിൽക്കുന്നതൊന്നും നമുക്ക് വേണ്ട, കോമൺ ആയിട്ടുള്ളത് മാത്രം എടുത്താൽ മതി. അപ്പൊ 2 into 2 4, 4 into 3 12. 12 ആണ് HCF. HCF of 12 and 36 is equal to 12. 12 ആണ് ആൻസർ വരുന്നത്. ഇതാണ് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഇപ്പൊ തന്നിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണോ, ചിലപ്പോ 2 നമ്പർ ആയിരിക്കണം എന്നില്ല, 3 നമ്പർ ഉണ്ടായിരിക്കാം. എത്ര ചോദിച്ചാലും ആ നമ്പേഴ്സിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. എന്നിട്ട് അതിനെ ഓരോന്നും നമ്പേഴ്സിനെ പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് ഡിനോട്ട് ചെയ്തതിന് ശേഷം കോമൺ ആയിട്ട് എല്ലാറ്റിലും കോമൺ ആയിട്ട് വരുന്നത് മാത്രം സെലക്ട് ചെയ്ത് അതിൽ നിന്ന് ഒരെണ്ണത്തിനെ സെലക്ട് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ HCF ആണ് കിട്ടുന്നത്. LCM ആവുമ്പോൾ കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സിനെ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് ഒരെണ്ണം എടുത്തത്, പിന്നെ ബാലൻസ് വരുന്നത് കോമൺ അല്ലാതെ നമ്പേഴ്സ് എടുക്കുന്നുണ്ടാവും. ഇപ്പൊ ഇവിടെ 3 വന്നതുപോലെ അതും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതായിരിക്കും LCM. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിവിഷൻ മെത്തേഡ് ആണ്. ഇപ്പൊ ഡിവിഷൻ മെത്തേഡ് ആവുമ്പോ ഞാൻ വേറെ ഇതുപോലെ 2 നമ്പേഴ്സ് എടുക്കുന്നു. 24, 72. 24ന്റെയും 72ന്റെയും LCMും HCFും ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണേന്ന് പറയാം. ഇപ്പൊ ഫസ്റ്റ് നമ്മൾ 24ഉം 72 ആണ് നമ്പേഴ്സ് എഴുതുന്നു. അതിലെ പ്രൈം ഫാക്ടറൈസേഷൻ തന്നെയാണ് ചെയ്യണത്. ഫസ്റ്റ് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 24നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12, 72നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 36 വന്നു. അഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 6ഉം 18ഉം വന്നു. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3ഉം 9ഉം വന്നു. ഇനി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 1ഉം 3ഉം വന്നു. ഇപ്പൊ നമ്മുടെ ഡിവിഷൻ കഴിഞ്ഞു. ഇനി നോക്കേണ്ടത് ഇവിടെ കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ്. കോമൺ ആയിട്ട് വരുന്നത് 2, 2, 2, 3. ഇതാണ് ഇവിടെ കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ്. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് HCF. HCF ഓഫ് 24 and 72. ഇതില് ബാലൻസ് വരുന്ന ഈ 1ഉം 3ഉം കൂടെ ഇതിന് ഇൻക്ലൂഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് LCM. അപ്പൊ LCM is equal to
2 into 2 into 2 into 3 into 1 into 3. ഇതാണ് LCM. HCF എന്ന് പറഞ്ഞാൽ 2 into 2 into 2 into 3. ഈ കോമൺ ആയിട്ട് എടുത്ത നമ്പേഴ്സ് മാത്രം. അപ്പൊ 2 into 2 4, 4 into 2 8, 8 into 3 24. 24 ആണ് HCF of 24 and 72. 24 ആണ് ആൻസർ. ഇനി LCM ആണെങ്കിലോ LCM of 24 and 72. ഇവിടെയുള്ള ബാക്കിയുള്ള ബാലൻസ് നമ്പറും കൂടി മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പൊ 24, 2 into 2 4, 4 into 2 8, 8 into 3 24, 24 into 3 72. 72 ആണ് LCM. ഇതാണ് ഡിവിഷൻ മെത്തേഡ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്പേഴ്സും അതിന്റെ LCMഉം HCFഉം തമ്മിലുള്ള ഒരു റിലേഷൻ ആണ്. രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് അതിന്റെ LCMഉം HCFഉം മൾട്ടിപ്ലൈ ചെയ്തതിന് ഈക്വൽ ആണ്. പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് is equal to product of their LCM and HCF. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. 24ഉം 72 നമുക്ക് നേരത്തെ എടുത്ത ഒരു എക്സാമ്പിൾ ആണ്. ഡിവിഷൻ മെത്തേഡ് ചെയ്തപ്പോ 24ഉം 72 എടുത്തു. അപ്പൊ പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 24 into 72 is equal to product of their LCM and HCF. HCF വരുന്നതും 24 ആണ്, LCM വരുന്നതും 72 ആണ്. ഈ നമ്പേഴ്സിന്റെ കേസിൽ നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല, രണ്ടും ഈക്വൽ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ കേസ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോബ്ലംസിൽ ഒരു നമ്പറും LCMഉം HCFഉം തന്നു കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയും. അപ്പൊ നമുക്ക് ഈ റിലേഷൻ യൂസ് ചെയ്യാം. രണ്ട് നമ്പറിന്റെ പ്രൊഡക്റ്റ് നമ്പേഴ്സിന് എക്സും വൈയും ആയിട്ട് എടുക്കുകയാണെങ്കിൽ എക്സ് ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു LCM ഇൻറ്റു HCF ആണ്. HCFഉം LCMഉം ഒരു നമ്പറും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാം. ഡിവൈഡ് ചെയ്താൽ മതി. LCM ഇൻറ്റു HCF ഡിവൈഡഡ് ബൈ എക്സ് ചെയ്താൽ മതി. ഇനിയിപ്പോ രണ്ട് നമ്പേഴ്സും LCMഉം തന്നിട്ടുണ്ട്. HCF കണ്ടുപിടിക്കാനും ഈ റിലേഷൻ യൂസ് ചെയ്യാം. രണ്ട് നമ്പേഴ്സും HCFഉം തന്നു കഴിഞ്ഞാൽ LCM കണ്ടുപിടിക്കാനും ഈ റിലേഷൻ യൂസ് ചെയ്യാം. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഫൈൻഡ് ദ HCF ഓഫ് 2 cube into 3 square into 5 into 7 raised to 4, 2 square into 3 raised to 5 into 5 square into 7 cube, 2 cube into 5 cube into 7 square. അപ്പൊ സെപ്പറേറ്റ് നമ്പേഴ്സ് ആണ് തന്നിട്ടുള്ളത്. ഇത് ഫസ്റ്റ്, സെക്കൻഡ് വൺ, തേർഡ് വൺ. അപ്പൊ ഇതിന്റെ HCF ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നമ്പർ തരണതിന് പകരം അതിന്റെ പ്രൈം ഫാക്ടേഴ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ HCF കണ്ടുപിടിക്കുമ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് നോട്ട് ചെയ്യുക. 2 വരുന്നുണ്ട്, ദെൻ 3 ലാസ്റ്റ് നമ്പറിൽ വരുന്നില്ല, പിന്നെ ദെൻ 5 ആണ് വരുന്നത്, ഇൻറ്റു 5 ഇൻറ്റു നെക്സ്റ്റ് വരുന്നത് 7 ആണ്. അപ്പൊ 2 into 5 into 7 എഴുതി. ഇനി 2വിൽ തന്നെ ഏറ്റവും കുറഞ്ഞ പവർ 2 സ്ക്വയർ ആണ്. അപ്പൊ ആ 2 സ്ക്വയർ സെലക്ട് ചെയ്തു. 5ല് ഏറ്റവും കുറവ് പവർ വരുന്നത് 5 raised to 1 ആണ് ഇവിടെ വരുന്നത്. പിന്നെ 7ൽ ഏറ്റവും കുറഞ്ഞ പവർ 7 സ്ക്വയർ ആണ്. അതായത് ഇതാണ് കോമൺ. ഏറ്റവും ലെസർ ആയിട്ടുള്ള പവർ ഏതാണോ അതാണ് കോമൺ ആയിട്ട് വരുന്നത് എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ ഇവിടെ 2 square into 5 raised to 1 into 7 square അതാണ് HCF വരുന്നത്. ഇനി നമ്പറിലാണ് ചോദിക്കുന്നതെങ്കിൽ 4 into 5 into 7 square 49, 20 into 49 എന്ന് കിട്ടും. 0 980 അതാണ് ആൻസർ വരുന്നത് HCF. ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ LCM ആണ് ചോദിക്കുന്നതെങ്കിലോ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് സെലക്ട് ചെയ്യുന്നു വേണ്ട. കോമൺ ആയിട്ടുള്ളത് തന്നെ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ ഹയസ്റ്റ് പവർ ഉള്ളത് സെലക്ട് ചെയ്യുക. ഇപ്പൊ ഇവിടെ 2 ക്യൂബ് വന്നിട്ടുണ്ട്. അപ്പൊ 2 ക്യൂബ് വേണം. 2ന്റെ ഹയസ്റ്റ് പവർ അതാണ് വന്നിട്ടുള്ളത്. അതേപോലെ 3 ഇവിടെ 3 ക്യൂബും ഇവിടെ 3 സ്ക്വയറും ഇവിടെ 3 raised to 5 വന്നിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് നമ്മൾ 3 raised to 5 വേണം സെലക്ട് ചെയ്യാൻ. നെക്സ്റ്റ് ഇവിടെ വന്നിട്ടുള്ളത് ഏറ്റവും ഹയസ്റ്റ് പവർ 5 ക്യൂബ് ആണ്. അപ്പൊ 5 ക്യൂബ്. ഇവിടെ ഏറ്റവും ഹയസ്റ്റ് പവർ വന്നിട്ടുള്ളത് 7 raised to 4 ആണ്. അപ്പൊ 7 raised to 4. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തതായിരിക്കും LCM. മറ്റൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം.
ഫൈൻഡ് ദ LCM ഓഫ് 72, 108, 2100. ഇപ്പൊ നമ്പേഴ്സ് ആണ് തന്നിട്ടുള്ളത്. LCM ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം, ലോങ് ഡിവിഷൻ മെത്തേഡും യൂസ് ചെയ്യാം. അപ്പൊ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ 72നെ പ്രൈം ഫാക്ടറൈസ് ചെയ്തു, 2 കൊണ്ട് ചെയ്യുമ്പോൾ 36, 36നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 18, 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9, 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3. അപ്പൊ അത് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് വരുന്നത് 108. 108നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 54, 54 അഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 27, 27നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9, 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3. നെക്സ്റ്റ് 2100, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു 1050. നെക്സ്റ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 525. ഇനി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1 ടൈംസ് 0, 25 5, 105. അഗെയിൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 21, 21നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7. ഇങ്ങനെയാണ് പ്രൈം ഫാക്ടറൈസ് ചെയ്തപ്പോൾ വന്നത്. അപ്പോൾ നമുക്ക് 72 is equal to 2 into 2 into 2 into 3 into 3. Then 108 is equal to 2 into 2 into 3 into 3 into 3. 2100 is equal to 2 into 2 into 5 into 5 into 3 into 7. ഇനി നമുക്ക് LCM കണ്ടുപിടിക്കണം. LCM കണ്ടുപിടിക്കുമ്പോൾ കോമൺ ആയിട്ട് വരുന്ന മൂന്നിലും കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് സെലക്ട് ചെയ്തു. അതിൽ ഒരെണ്ണം വരുന്നത് 2 ആണ്. ഇവിടുന്ന് ഒരെണ്ണത്തിനെ സെലക്ട് ചെയ്തു. പിന്നത്തെ അടുത്ത സെറ്റിൽ നിന്നും ഒരു 2നെ സെലക്ട് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് 3 കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ പെയർ 3നെ എടുത്തു. ഇവിടെ 2 into 2 into ഇപ്പൊ 3 വരെ നമുക്ക് കോമൺ ആയിട്ട് വന്നു. 7 ഇതിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ ആ 7 ഒരെണ്ണമായിട്ട് നിൽക്കുന്ന 7നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ 3 ഇങ്ങനെ വന്നിട്ടുണ്ട്. രണ്ടെണ്ണത്തില് 2 നമ്പേഴ്സിൽ 3 കോമൺ ആയിട്ട് വന്നതുകൊണ്ട് അവിടുന്ന് ഒരു 3നെ സെലക്ട് ചെയ്യണം. അപ്പൊ ഇതില് 3 എണ്ണത്തിലും കോമൺ ആയിരുന്ന ഒരെണ്ണത്തിനെ സെലക്ട് ചെയ്യണം. അതുപോലെ 2 നമ്പറിൽ കോമൺ ആയിട്ടുള്ള നമ്പറിനെയും ഒറ്റ ഒരെണ്ണത്തിനെ സെലക്ട് ചെയ്താൽ മതി. ഒന്നിലും കോമൺ ആയിട്ടില്ലാത്തത് ഇപ്പൊ 7 പോലെ വരുന്ന നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്യണം, ബാക്കി വരുന്ന നമ്പർ. ഇനി ഇവിടെ ബാക്കി നിൽക്കുന്നത് ഒരു 2 ഉണ്ട്, ഇൻറ്റു 2. ഇവിടെ ബാക്കി ഒരു 3 ഉണ്ട്, ഇൻറ്റു 3. പിന്നെ 2 5 ഉണ്ട്, 5 into 5. ഇതാണ് LCM വരുന്നത്. അപ്പൊ അതിനെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ 1 2 3 2 3 ടൈംസ് വരുന്നുണ്ട്, 2 ക്യൂബ് ഇൻറ്റു 3 1 2 3 3 ടൈംസ് 3 വരുന്നുണ്ട്, 3 ക്യൂബ് ഇൻറ്റു 5 2 ടൈംസ് വരുന്നുണ്ട്, 5 സ്ക്വയർ ഇൻറ്റു 7. ഇതാണ് LCM. ഇനി ഇത് നമ്പറിലാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 8 into 27 into 25 into 7. ഇതായിരിക്കും ആൻസർ വരുന്നത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 37,800. 37,800 ഇതായിരിക്കും ആൻസർ വരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് LCM ആൻഡ് HCF ഓഫ് നമ്പേഴ്സ്, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആൻഡ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ലസാഗു ആൻഡ് ഉസാഗ. അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ LCM HCF ബേസ് ചെയ്തിട്ട് PSC എക്സാംസിനൊക്കെ നിറയെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ SSCയുടെ എക്സാംസിനും ബാങ്ക് എക്സാംസിനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഡയറക്റ്റ് LCM HCF ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കില്ലേ ചോദിക്കുക, അതിനെ റിലേറ്റ് ചെയ്യുന്ന വേർഡ് പ്രോബ്ലംസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം എങ്ങനെയാണ് LCM HCF കണ്ടുപിടിക്കുക എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഓക്കെ, മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.